ഏതൊക്കെ പെർഫ്യൂം യൂസ് ആക്കിയിട്ടും ഒന്നും ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. എന്നാൽ നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് എങ്ങനെ പെർഫ്യൂംസ് സെലക്ട് ആക്കാമെന്ന് നോക്കിയാലും ഇപ്പൊ നമ്മൾ ഒരു സെന്റ് അല്ലെങ്കിൽ പെർഫ്യൂം എടുക്കുക തന്നെ ഓരോരുത്തരുടെ ബോഡിയിലും അത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും സ്മെല് ചെയ്യുന്നത്. ഇപ്പം അവരുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്കിൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അതിന്റെ സ്മെല്ലും മാറും. ഇപ്പൊ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ പെർഫ്യൂംസ് കുറച്ചും കൂടെ നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ആവും, കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടുള്ള അധികം ഹെവി ആയിട്ടുള്ള സെന്റ് സെലക്ട് ആക്കാണ്ട് ഫ്രഷ് ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള സെന്റ് അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രഷ് സിട്രസി സ്മെല്ലുള്ള അല്ലെങ്കിൽ ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലുള്ള അല്ലെങ്കിൽ അക്വാട്ടിക് സ്മെല്ലുള്ള രീതിയിലുള്ള പെർഫ്യൂംസ് സെലക്ട് ആക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പെർഫ്യൂംസ് ഫേഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ എന്തെങ്കിലും അല്ലെങ്കിൽ വാസലിൻ പോലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഇട്ടതിന് ശേഷം പെർഫ്യൂംസ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് സെലക്ട് ആക്കാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസിന് എക്സാമ്പിൾ ആണ് വാം, വാനില അല്ലെങ്കിൽ കോഫി സ്മെല്ലുള്ള പെർഫ്യൂംസ്, അല്ലെങ്കിൽ സ്വീറ്റ് പൗഡറി സ്മെല്ലുള്ള പെർഫ്യൂംസ്, ബോൾഡ്, ആംബർ, ഫ്ലോറൽ സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതാണ്. മൂന്നാമത്തെ ബോഡി ടൈപ്പാണ് വാം ബോഡി ടെമ്പറേച്ചർ ഉള്ള ബോഡി ടൈപ്പ്. ആ ബോഡി യൂഷ്വലി വാം ആയിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീറ്റപ്പ് ആവുന്ന രീതിയിലുള്ള ബോഡി ആണെങ്കിൽ നാച്ചുറലി തന്നെ സെന്റ് അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ മോർ സ്ട്രോങ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ് ആൻഡ് സട്ടിൽ ആയിട്ടുള്ള പെർഫ്യൂംസ് സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിന്നിലേക്ക് മസ്കി ക്ലീൻ സ്മെല്ലുള്ള പെർഫ്യൂംസ് ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ട് ആവുന്നത്. അതുപോലെ ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒക്കെ സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നാലാമതാണ് കൂൾ ബോഡി ടെമ്പറേച്ചർ ഉള്ള ബോഡി ടൈപ്പ്. ഇങ്ങനെയുള്ള ബോഡി ടൈപ്പിലാണെങ്കിൽ പെർഫ്യൂംസ് കുറച്ചും കൂടെ ക്ലോസർ ആയിട്ട് സ്റ്റേ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോൾഡ്, സ്വീറ്റ് ആൻഡ് സ്പൈസി രീതിയിലുള്ള പെർഫ്യൂംസ് ഒക്കെ സെലക്ട് ആക്കാം. റിച്ച് എർത്തി ഫ്ലോറൽ സ്മെൽസ് ഒക്കെ സെലക്ട് ആക്കാം. ഡീപ് ആൽമണ്ടി, വാനില ഒക്കെയുള്ള പെർഫ്യൂംസ് സെലക്ട് ആക്കാം. അഞ്ചാമത്തെ രീതിയിലുള്ള ബോഡിയാണ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിയർക്കുന്ന രീതിയിലുള്ള ബോഡി. സൂപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പെട്ടെന്ന് വിയർക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഹെവി ആയിട്ടുള്ള പെർഫ്യൂംസ് സെലക്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം അത് വിയർപ്പായിട്ട് മിക്സ് ചെയ്തിട്ട് വിയർഡ് ആയിട്ടുള്ള സ്മെല്ല് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്രഷ്, ക്ലീൻ, അക്വാട്ടിക്, ഫ്ലോറൽ രീതിയിലുള്ള സെന്റ് അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആറാമത്തേണ് റിച്ച് ആൻഡ് ഹെവി ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ, സ്പൈസി അല്ലെങ്കിൽ ഫാറ്റി ഫുഡ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. നിങ്ങളുടെ ഡയറ്റ് നിങ്ങളുടെ നാച്ചുറൽ ബോഡി സെന്റിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഒരുപാട് റിച്ച് ആയിട്ട് അല്ലെങ്കിൽ സ്പൈസി ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള പെർഫ്യൂംസ് സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് ബാലൻസ് ചെയ്യും. പറഞ്ഞാൽ ഫ്രൂട്ടി, ഫ്രഷ്, സ്വീറ്റ് സ്മെൽസ് ഉള്ള പെർഫ്യൂംസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേരുന്നത്. ഏഴാമത്തെ രീതിയിലുള്ള ആൾക്കാരാണ് ലൈറ്റ് ക്ലീൻ ഡയറ്റ് ചെയ്യുന്നത്. അതായത് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജീസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. ലൈറ്റ് ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ സെൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള കോംപ്ലക്സ് പെർഫ്യൂംസ് ഒക്കെ സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ എപ്പോഴും ഓർക്കുക, പെർഫ്യൂംസ് എന്ന് പറയുന്നത് സൂപ്പർ പേഴ്സണൽ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു സീക്രട്ട് വെപ്പൺ ആണ് നിങ്ങളുടെ ബോഡി കെമിസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതെന്ന് കമന്റ്സിൽ പറയുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള മോർ വീഡിയോസിനും ട്രിക്സിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.